ഹലോ എവരി വൺ, വെൽക്കം ടു കിഡ്സ് ഏരിയ ഓൺലൈൻ. എല്ലാവരും എക്സാമിനായിട്ട് റെഡി ആയിട്ടിരിക്കുവാണല്ലേ? പഠിച്ചായിരുന്നോ? എക്സാമിന് പഠിച്ചായിരുന്നോ? യെസ്, പഠിച്ചുകൊണ്ടിരിക്കുകയാണ്. ഓക്കെ, അങ്ങനെയാണെങ്കിൽ നമുക്ക് ഇന്നത്തെ ക്ലാസ്സിലേക്ക് പോവാം. അതിനു മുൻപ് മറ്റൊരു കാര്യം കൂടി പറയട്ടെ. ആനുവൽ എക്സാമിന് കിഡ്സ് ഏരിയ ഓൺലൈൻ എക്സാം പ്രിപ്പറേഷൻ ക്ലാസ്സസ് നൽകുന്നുണ്ട് കേട്ടോ. 1ാം ക്ലാസ് മുതൽ 4ാം ക്ലാസ് വരെ പഠിക്കുന്ന കുട്ടികൾക്ക് എക്സാം പ്രിപ്പറേഷൻ ക്ലാസ്സസ് നൽകുന്നുണ്ട്. താല്പര്യമുള്ളവർക്ക് ജോയിൻ ചെയ്യാം. ജോയിൻ ചെയ്യാനായി ഇവിടെ നൽകിയിട്ടുള്ള വാട്സപ്പ് നമ്പറിൽ വാട്സപ്പ് മെസ്സേജ് അയച്ചാൽ മതിയാകും. 9746487799. ഈ വാട്സപ്പ് നമ്പറിലേക്ക് വാട്സപ്പ് മെസ്സേജ് അയക്കാം. അതുപോലെ നിങ്ങൾക്ക് അവധിക്കാലത്ത് ഏപ്രിൽ മെയ് വെക്കേഷൻ ക്ലാസ് വരുന്നുണ്ട്. മലയാളം, ഇംഗ്ലീഷ്, ഹിന്ദി, റീഡിംഗ് ആൻഡ് റൈറ്റിംഗ് ക്ലാസ്സസ്, ഒത്തിരി ക്ലാസ്സുകൾ വരുന്നുണ്ട്. അപ്പോൾ അതിൻ്റെ അഡ്മിഷൻ മാർച്ച് 15 കഴിയുമ്പോൾ സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട്. വെക്കേഷൻ ക്ലാസ് ഡീറ്റെയിൽസ് അറിയാനായിട്ട് ആ ടൈമിൽ നിങ്ങൾക്ക് വാട്സപ്പിൽ മെസ്സേജ് അയക്കാം. ഡീറ്റെയിൽസ് ഒക്കെ അയച്ചു തരുന്നതാണ്. ഓക്കെ, അപ്പോൾ നമുക്ക് എക്സാം ക്ലാസ്സിലേക്ക് പോകാം. ഫസ്റ്റ് ക്വസ്റ്റ്യൻ, ജലം എവിടെയെല്ലാമാണ് കാണുന്നത്? എവിടെയെല്ലാമാണ് ജലമുള്ളത്? എവിടെയൊക്കെയാണ് ജലം കാണുന്നേ? ഇതെന്താണ്? കിണർ. കിണറിൽ ജലമുണ്ട്. ഇതാണെങ്കിൽ എന്താണ്? ഈ കാണുന്നത് എന്താണ്? നദി, പുഴ എന്നൊക്കെ നമുക്ക് പറയാം അല്ലേ? പുഴ. അതുപോലെ കുളം കണ്ടിട്ടുണ്ടോ? നിങ്ങളുടെ നാട്ടിലൊക്കെ ചെറിയ ചെറിയ കുളങ്ങളുണ്ടോ? കുളമുണ്ട്. കുളത്തിൽ ജലമുണ്ട്. ഇനി കപ്പലൊക്കെ പോകുന്നത് ഏത് വഴിയാ? കടലിൽ കൂടെയാ. കടലിൽ ജലമില്ലേ? ജലമുണ്ട്. കടലിനടുത്ത് കായൽ കാണാറില്ലേ? കായൽ. ഇപ്പൊ ജലം എവിടെയെല്ലാമാണ് ഉള്ളത്? കിണറിലുണ്ട്. കിണർ, പുഴ, കുളം, കടൽ, കായൽ. എവിടേക്കാ? കിണർ, പുഴ, കുളം, കടൽ, കായൽ. ഇവിടെയെല്ലാം ജലമുണ്ട്. ഓക്കെ, ഈ ജലം എന്തിനെല്ലാമാണ് നമ്മൾ ഉപയോഗിക്കുക? ജലം എന്തിനൊക്കെയാ ഉപയോഗിക്കുക? കുടിക്കാൻ ഉപയോഗിക്കും. ജലം കുടിക്കാൻ വേണം അല്ലേ? വെള്ളം കുടിക്കണ്ടേ? നമുക്ക് വേണം. കുളിക്കണ്ടേ? എല്ലാ ദിവസവും കുളിക്കണ്ടേ? കുളിക്കാൻ വെള്ളം വേണം. നമ്മൾ ഇടുന്ന ഡ്രസ്സൊക്കെ മുഷിയത്തില്ലേ? അത് അലക്കണ്ടേ? തുണി അലക്കണം. തുണി അലക്കാൻ വെള്ളം വേണം. പാത്രം, നമ്മൾ ഫുഡൊക്കെ കഴിച്ച പാത്രം കഴുകണ്ടേ? പാത്രം കഴുകാൻ വെള്ളം വേണം. ഇനി ചെടിക്ക് വെള്ളം ഒഴിച്ചാലേ ചെടി വളർന്ന് നമുക്ക് ഫ്രൂട്ട്സും വെജിറ്റബിൾസും ഒക്കെ കിട്ടത്തുള്ളൂ. കൃഷിക്ക് വെള്ളം വേണം. കന്നുകാലികളെ കുളിപ്പിക്കാൻ വെള്ളം വേണ്ടേ? അവർക്ക് കുടിക്കാൻ വെള്ളം വേണ്ടേ? നമുക്ക് നീന്തി കളിക്കാൻ വെള്ളം വേണ്ടേ? ജലജീവികൾക്ക് ജീവിക്കാൻ വെള്ളം വേണ്ടേ? വേണം. അങ്ങനെ ഒത്തിരി കാര്യങ്ങൾക്ക് വെള്ളം വേണം. പ്രധാനമായിട്ടുള്ള കുറച്ച് കാര്യങ്ങൾ ടീച്ചർ ഇവിടെ നൽകിയിട്ടുണ്ട്. കുടിക്കാൻ, കുളിക്കാൻ, തുണി അലക്കാൻ, പാത്രം കഴുകാൻ, കൃഷിക്കായി, കന്നുകാലികളെ കുളിപ്പിക്കാൻ ഒക്കെ എന്ത് വേണം? വെള്ളം വേണം. ഓക്കെ, അടുത്ത ചോദ്യമാണേ. ഇവിടെ നോക്കി, ഇവിടെ വെള്ളം ഉപയോഗിക്കുന്ന സന്ദർഭങ്ങളാണ്. ഇവിടെ പല്ലു തേക്കാൻ വെള്ളം ഉപയോഗിക്കുന്നു, ചെടിക്ക് നനയ്ക്കാൻ വെള്ളം ഉപയോഗിക്കുന്നു, വേറെ എന്തോ ആവശ്യത്തിന് വെള്ളം പിടിക്കുന്നുണ്ട് ഈ കുട്ടി. ഇവിടെ നോക്കിയേ, കാറ് കഴുകാൻ വെള്ളം ഉപയോഗിക്കുന്നു. ചിലർ നല്ല രീതിയിൽ വെള്ളം ഉപയോഗിക്കുന്നുണ്ടേ, പക്ഷെ ചിലരോ തെറ്റായ രീതിയിൽ വെള്ളം ഉപയോഗിക്കുന്നു. ഇതിൽ നല്ല രീതിയിൽ വെള്ളം ഉപയോഗിക്കുന്നുവെങ്കിൽ ടിക്ക് മാർക്ക് കൊടുക്കുക. തെറ്റായ രീതിയിലാണെങ്കിലോ റോങ് മാർക്ക്, തെറ്റിന്റെ മാർക്ക് കൊടുക്കുക. ഓക്കെ, നമുക്ക് നോക്കാം. ഈ കുട്ടി ഒന്ന് നോക്കിയേ. ഈ കുട്ടി എന്താ ചെയ്യുന്നേ? ബ്രഷ് ചെയ്യുന്നുണ്ട്, പല്ല് തേക്കുന്നുണ്ട്, വെള്ളം ടാപ്പ് തുറന്നു വെച്ചിരിക്കുക. ശരിയാണോ തെറ്റാണോ? തെറ്റ്. ഓക്കെ, അപ്പൊ നമുക്ക് എന്ത് ചെയ്യാം? ഇത് തെറ്റാണ്. അപ്പൊ ഇത് തെറ്റായിട്ടുള്ള കാര്യമാണ് അല്ലേ? ഈ കുട്ടി ചെടിക്ക് വെള്ളം ഒഴിക്കുന്നു. ശരിയാണോ തെറ്റാണോ? ശരിയായിട്ടുള്ള കാര്യമാണ്. ഈ കുട്ടി ചെയ്യുന്നത് ശരിയാണോ തെറ്റാണോ? ഈ ബക്കറ്റിൽ വെള്ളം നിറയാറായി. അടുത്ത ബക്കറ്റുമായിട്ട് കുട്ടി വന്നിട്ടുണ്ട്. അപ്പോൾ ഇതെന്താണ്? ശരിയാണ്. ഇത് നോക്കി, വെള്ളം തുറന്നു വെച്ചിട്ട് മൊബൈൽ നോക്കുവാണ്. ശരിയാണോ തെറ്റാണോ? തെറ്റാണ്. മനസ്സിലായോ? ജലം പാഴാകുന്ന സന്ദർഭങ്ങൾ, ജലം നമുക്ക് എങ്ങനെയെല്ലാം സംരക്ഷിക്കാം. ഓക്കെ, ഇനി ജലത്തിൽ മാത്രം ജീവിക്കുന്ന ജീവികളെ അറിയാവോ നിങ്ങൾക്ക്? ജലത്തിൽ മാത്രം ജീവിക്കുന്ന ജീവികൾ ഏതൊക്കെയുള്ളത്? പ്രധാനമായിട്ട് ജലത്തിൽ മാത്രം ജീവിക്കുന്ന ഒരു ജീവിയുണ്ട്. ഏതാ? മീൻ. മീൻ ജലത്തിലല്ലേ? തിമിംഗലം എവിടെയാ? ജലത്തിൽ. ചെമ്മീൻ എവിടെയാ? കൊഞ്ച് ജലത്തിലാണ്. തിമിംഗലം, ഡോൾഫിൻ, ഇതൊക്കെ നിങ്ങൾക്ക് എഴുതാം. ജലത്തിലും കരയിലും ഏതൊക്കെ ജീവികളുണ്ട്? ആമയുണ്ട്. ആമ വെള്ളത്തിലും കരയിലും ഉണ്ട്. ആമയുണ്ട്. പിന്നെയോ ഞണ്ടില്ലേ? ഞണ്ടുണ്ട്. മുതലയുണ്ടോ? മുതല
മുതലയുണ്ട്. അപ്പൊ ഇതൊക്കെ എന്താണ്? ജലത്തിലും കരയിലും ജീവിക്കുന്നവയാണ്. കരയിൽ മാത്രം ജീവിക്കുന്ന ജീവികൾ ഏതൊക്കെയാ? പശു, ഒത്തിരി മൃഗങ്ങളുണ്ട്. സിംഹം, കടുവ, നായ, പൂച്ച, ഇങ്ങനെ നിങ്ങൾക്ക് ഒത്തിരി മൃഗങ്ങളെ എഴുതാം. അപ്പോൾ ജലത്തിൽ മാത്രം ജീവിക്കുന്ന മൃഗങ്ങൾ, കരയിലും വെള്ളത്തിലും ജീവിക്കുവാൻ കഴിയുന്ന മൃഗങ്ങൾ, കരയിൽ മാത്രം ജീവിക്കുന്ന മൃഗങ്ങൾ. തരംതിരിച്ച് എഴുതാൻ അറിയാലോ. പിക്ചേഴ്സ് തന്നിരുന്നാൽ അവയെ തിരിച്ചെഴുതാൻ അറിയാലോ. യെസ്. ഇവിടെ നോക്കിയേ, കുറച്ച് പഴങ്ങൾ നൽകിയിട്ടുണ്ട്. മാമ്പഴം, ആപ്പിൾ, മുന്തിരിങ്ങ, വാഴപ്പഴം, ചക്ക, കൈതച്ചക്ക. ഇവയെ മണമുള്ള പഴങ്ങളും മണമില്ലാത്ത പഴങ്ങളുമായിട്ട് തിരിക്കണം. അപ്പൊ നമുക്ക് എങ്ങനെ തിരിക്കാം? മാമ്പഴം, മാമ്പഴത്തിന് മണമുണ്ടോ? മണമുണ്ട്. അപ്പൊ നമ്മൾ എന്ത് ചെയ്യണം? മാമ്പഴം ഇവിടെ എഴുതണം. മണമുള്ള സ്ഥലത്ത് എന്ത് എഴുതണം? മാമ്പഴം എഴുതണം. കാരണം മാമ്പഴത്തിന് എന്തുണ്ട്? മധുരമുണ്ട്, മണമുണ്ട് മാമ്പഴം. ആപ്പിൾ, ആപ്പിളിന് മണമുണ്ടോ? ഇല്ല. അപ്പൊ മണമില്ലാത്തടത്ത് എന്ത് എഴുതാം? ആപ്പിൾ, മണമില്ല. ഓക്കെ. മുന്തിരിങ്ങ, മുന്തിരിങ്ങയ്ക്ക് മണമുണ്ടോ? ഇല്ല. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യാ? മുന്തിരിങ്ങ മണമില്ലാത്ത സ്ഥലത്ത് എഴുതാം. ഓക്കെ. വാഴപ്പഴം, വാഴപ്പഴത്തിന് മണമുണ്ടോ? ഇല്ല, പഴത്തിന് മണമില്ല. അപ്പോൾ വാഴപ്പഴം എന്ത് ചെയ്യാം? നമുക്ക് മണമില്ലാത്ത പഴങ്ങളുടെ സ്ഥലത്ത് എഴുതാം. ചക്കയോ? പഴുത്താൽ നല്ല മണമാണല്ലേ. ചക്ക മണമുള്ള മാമ്പഴമാണ്. കൈതച്ചക്കയോ? അതും നല്ല മണമാണ്. പഴുത്ത് കഴിയുമ്പോൾ നല്ല മണമാണ് കൈതച്ചക്ക. ഓക്കെ. അപ്പോൾ മണമുള്ള പഴങ്ങളും മണമില്ലാത്ത പഴങ്ങളും തിരിച്ചെഴുതാനായിട്ട് അറിയാലോ. യെസ്. അടുത്ത ചോദ്യം നോക്കാം. യോജിപ്പിക്കുക. ഇതൊരു വീട്ടിലെ മുറികളാണേ. ഏതൊക്കെയാണ് മുറികൾ? അടുക്കള, കിടപ്പുമുറി, ഊണുമുറി, കുളിമുറി, സ്വീകരണമുറി, ഇതൊക്കെയുണ്ട്. അടുക്കളയിലുള്ള ഒരു ഉപകരണം ഇവിടെ എവിടെയോ ഉണ്ട്. അടുക്കളയിലെ ഉപകരണം ഏതാ? അടുക്കളയിൽ ഉപയോഗിക്കുന്ന ഉപകരണം കട്ടിലാണോ? കത്തിയാണോ? ബക്കറ്റാണോ? സോഫയാണോ? മേശയാണോ? അടുക്കളയിൽ കത്തിയാണ് ഉപയോഗിക്കുക. അടുക്കളയിൽ ഉപയോഗിക്കുന്നത് കത്തി. കിടപ്പുമുറിയിൽ ഏതാണ്? കട്ടിൽ. ഊണുമുറിയിലോ? മേശ. കുളിമുറിയിലോ? ബക്കറ്റ്. സ്വീകരണ മുറിയിലോ? സോഫ. ഓക്കെ. അപ്പോൾ ഓരോ മുറിയിലെയും ഉപകരണങ്ങൾ കണ്ടെത്തി എഴുതാനും വരയ്ക്കാനും ഒക്കെ അറിയാലോ. അറിയാം. അടുത്തൊരു ചോദ്യം നോക്കിയേ. ഓരോരുത്തർക്കും കിട്ടിയ രൂപയും നാണയങ്ങളും എഴുതൂ. ഇവിടെ ഈ മങ്കിക്ക് 8 രൂപ കിട്ടി. 8 രൂപയെ നമുക്ക് നോട്ടാക്കണം. ഇത് നോട്ടാണ് കേട്ടോ. ഇത് നോട്ടാണ്. ഇത് കോയിൻസ് ആണ്. നോട്ടും ആക്കണം, കോയിൻസും ആക്കണം. 8 രൂപയെ നമുക്ക് എങ്ങനെ, 8 റുപ്പീസ് നമുക്ക് എങ്ങനെ നോട്ടും കോയിനും ആക്കാം? 8 റുപ്പീസിന് താഴെ ഏതുണ്ട്? 5 റുപ്പീസ് ഇല്ലേ? 5 റുപ്പീസിന്റെ നോട്ടുണ്ട്. 5 റുപ്പീസ് കഴിഞ്ഞാൽ പിന്നെ നമുക്ക് എന്ത് ചെയ്യാം? 2 റുപ്പിയുടെ കോയിൻ എടുക്കാം. അപ്പോൾ 5ഉം 2ഉം 7. ഇനി 1 റുപ്പി. അപ്പോൾ 5 + 2 + 1 എന്താ? 5നോട് 2 കൂട്ടിയാൽ 7, 7നോട് 1 കൂട്ടിയാൽ 8. 8 കിട്ടിയില്ലേ? യെസ്. ഇനി 12. ഈ 12 റുപ്പീസിന്റെ നോട്ടും കോയിനും ആക്കിയേ. 10 റുപ്പിയുടെ നോട്ടില്ലേ? 10 റുപ്പിയുടെ നോട്ട്. യെസ്, 10 റുപ്പിയുടെ നോട്ട് ഉണ്ട്. അടുത്ത് നമുക്ക് എന്ത് ചെയ്യാം? ഇവിടെ എന്ത് എഴുതാം? 1 റുപ്പിയുടെ ഒരു കോയിൻ, 1 റുപ്പിയുടെ ഒരു കോയിൻ. 10 + 1 11, 11 + 1 12. മനസ്സിലായോ? അപ്പോൾ നൽകിയിരിക്കുന്ന രൂപയെ നോട്ടും കോയിനും ആക്കി കോയിൻസും ആക്കി മാറ്റാൻ, നാണയങ്ങളാക്കി മാറ്റാൻ അറിയാലോ. നൽകിയിരിക്കുന്ന രൂപ നാണയങ്ങളാക്കിയും നോട്ടുകളാക്കി എഴുതാൻ അറിയാലോ. എഴുതത്തില്ലേ? യെസ്. അപ്പൊ ഇങ്ങനൊരു ചോദ്യം വന്ന് എല്ലാവരും എഴുതുമല്ലോ. എഴുതും. ഓക്കെ ചിൽഡ്രൻ, ബൈ ബൈ. താങ്ക് യു.